ഈ കാണുന്നത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി കാണും. അതായത് നമ്മൾ കുറച്ച് നാൾ മുമ്പ് ഒരു ടാങ്കിൻ്റെ വർക്ക് തുടങ്ങിയിട്ട് നമ്മൾ പകുതിക്ക് വെച്ച് നിർത്തിയതാണ് ഈ കാണുന്നത്. ഇത് നമ്മുടെ ആൽബിനോ കാറ്റ് ഫിഷുകൾക്കും സ്പോട്ടഡ് കാറ്റ് ഫിഷുകൾക്കും വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങിയ ടാങ്കായിരുന്നു. പക്ഷേ പകുതിക്ക് വെച്ച് നമ്മൾ നിർത്തിയത് വേറെ ഒന്നും കൊണ്ടുമല്ല, ഈ കട്ടകളെല്ലാം ഫ്രീ ആയിട്ട് ഇരിക്കുന്ന കട്ടകളല്ല, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഇളക്കി എടുത്തുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പണി കുറച്ച് ഹാർഡായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് നാൾ മുമ്പ് അത് പകുതിക്ക് വെച്ച് നിർത്തിയത്. കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ട് നമ്മുടെ ഒരു മോട്ടോർ ഷെഡ് കുറച്ച് നാൾ മുമ്പ് പൊളിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ടകളാണ് നമ്മൾ ഈ ഇളക്കിക്കൊണ്ട് വരുന്നത്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റി. ആ 1 മണിക്കൂർ നേരത്തേക്ക് എനിക്ക് ബാഹുബലി ആകേണ്ടി വന്നു. ഈ കട്ടകൾ കുറച്ച് വെയിറ്റ് ഉള്ള കട്ടകളാണ്. ദൂരം അത് ഇല്ലാത്തത് കൊണ്ട് വലിയ പ്രശ്നമുണ്ടായില്ല. നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് നാൾ മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികമായിട്ടില്ല. നമ്മുടെ സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെയും ആൽബിനോ കാറ്റ് ഫിഷുകളുടെയും വാട്ടർ ചേഞ്ചും ഗ്രോത്തും ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ കുറച്ച് നാളായിട്ട് ആ ടബിൽ കിടക്കുന്നത് കൊണ്ട് അവരുടെ ഗ്രോത്ത് മാക്സിമം ആയിട്ടുണ്ട്. ഇനി അതിൽ കിടന്നാൽ അവർ ഗ്രോത്ത് വെക്കില്ല. നമ്മൾ കുറച്ച് നാളെ ടബിൽ തന്നെ കണ്ടിന്യൂ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് 1-2 എണ്ണത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈ ടാങ്കിലേക്ക് നമ്മൾ മാറ്റാമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള വലിയ സൈസുകളെയാണ് നമ്മൾ ഈ ടാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 4 എണ്ണമാണ് വരുന്നത്. 3 സ്പോട്ടഡ് കാറ്റ് ഫിഷും 1 ആൽബിനോ കാറ്റ് ഫിഷും ആണ് ഈ പുതിയ ടാങ്കിലേക്ക് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ബാക്കി 5 എണ്ണം ചെറിയ സൈസ് വരുന്നുണ്ട്. 3 ആൽബിനോയും 2 സ്പോട്ടഡും. ഇതിനെ നമ്മൾ കാലിയാവുന്ന ടബുകളിൽ, അപ്പോൾ ഏകദേശം 6 ടബുകൾ കാലിയാവുന്നുണ്ട്. അപ്പോൾ ഓരോന്നിനെയും ഇൻഡിവിജ്വലായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ടബിൽ ഇടാനാണ് വിചാരിക്കുന്നത്, ഈ ചെറിയ സൈസ് 5 എണ്ണത്തിന്. എന്നിട്ട് അവർ ഈ ഒരു വലിയ സൈസിൻ്റെ ആ ഒരു സൈസിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പുതിയ ടാങ്കിലേക്ക് വലുതുകളുടെ ഒപ്പം ട്രാൻസ്ഫർ ചെയ്യാം. അല്ലാതെ നമ്മൾ വലുതിനെയും ചെറുതിനെയും കൂടി മിക്സഡ് ആയിട്ട് ഇപ്പോൾ ഈ ടാങ്കിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചെറുതുകൾ ഒരിക്കലും ഗ്രോത്ത് വയ്ക്കില്ല. ഒറ്റയ്ക്ക് ഒരെണ്ണത്തിന് ഒരു ടബിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലാത്ത ഗ്രോത്ത് കിട്ടും. 6 ടബുകൾ കാലിയായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ സൈസിന് 5 എണ്ണത്തിന് നമുക്ക് ആ ടബുകളിൽ ഒറ്റയ്ക്ക് ഇടാം. നമ്മൾ ഈ അടുത്ത് ചെയ്ത ആൽബിനോ കാറ്റ് ഫിഷുകളുടെയും സ്പോട്ടഡ് കാറ്റ് ഫിഷുകളുടെയും വാട്ടർ ചേഞ്ച് വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ സ്ക്രീനിൻ്റെ താഴെ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. മറ്റേ വീഡിയോയുടെ ലിങ്ക് ഞാൻ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്ത് വെക്കാം. അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ കട്ടകളെല്ലാം ഈ ഒരു ടാങ്കിൻ്റെ മുകളിൽ സ്റ്റാക്ക് ചെയ്ത് വെക്കും. ഏകദേശം 6 കട്ട ഹൈറ്റിൽ വെക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി പണികൾ നമ്മൾ ചെയ്യും. ദേ കാണുന്നത് നമ്മുടെ കാർപോർട്സിലുള്ള ജയൻറ്റ് ഗൗരാമിയാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആൾ ഫുള്ളി ഓക്കെയാണ്. അപ്പോൾ കട്ടകളൊക്കെ സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് അതിനകത്ത് പോളിത്തീൻ ഷീറ്റ് വിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ടാർപോളിൻ, അതിന് ശേഷം നെറ്റ്. അപ്പോൾ ഇതൊക്കെ അളവെടുത്തിട്ട് നമ്മൾ വാങ്ങിക്കും. അതിന് ശേഷം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്യും. ഈ കാണുന്നത് നമ്മൾ മെയിൻ്റനൻസിന് വേണ്ടി ഇട്ടിരിക്കുന്ന ഒരു ടാങ്കാണ്. ഇതിനകത്തെ ആ ഒരു പോളിത്തീൻ ഷീറ്റ് ഓട്ടയായിട്ട് ലീക്ക് ആവുന്നുണ്ട്. അപ്പോൾ പുതിയത് നമുക്ക് ഇടാനുണ്ട്. ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ ആൽബിനോ ഫുൾ റെഡ് ഗപ്പികളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ മറ്റേ ടാങ്കിലേക്കുള്ള ഇത്തരം മെറ്റീരിയൽസ് എല്ലാം വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഓവർഫ്ലോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ടാങ്കിൻ്റെ അപ്ഡേറ്റുകളെല്ലാം വരും ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും.